ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. പിന്നെ എനിക്ക് പൈനാപ്പിൾ പുളിശ്ശേരി കഴിക്കാൻ ഭയങ്കര കൊതിയായി. അപ്പോൾ ഇത് ശനിയാഴ്ചയാണല്ലോ, സ്കൂളിലും പോകണ്ട. അപ്പം നല്ലൊരു സദ്യ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. സദ്യയല്ല, ഒരു കുഞ്ഞു സദ്യ. അപ്പോൾ ഏട്ടനോട് ഞാൻ പൈനാപ്പിൾ മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അങ്ങനെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡിയായി. ഞാൻ താളിച്ചിടുവാണേ. കടുക്, ഉലുവ, വേപ്പില, ഉണക്കമുളക്. നല്ല അടിപൊളി മണമായിരുന്നു. അതങ്ങോട്ടിട്ട് നല്ല ടേസ്റ്റായിരുന്നു. നല്ല കൊഴുത്തിരിക്കുന്ന പൈനാപ്പിൾ പുളിശ്ശേരി. ഒരു നുള്ള പഞ്ചസാര. അത് വീണ ചേച്ചിയുടെ ടിപ്പാണ്, വീണാസ് കറി വേൾഡ്. പിന്നെ അടുത്ത ഒരു കുട്ടി സാമ്പാർ, പപ്പായ സാമ്പാറാണേ. പപ്പായ സാമ്പാറിന് ഇത്തിരി ജീരകം ഇടും ഞാൻ താളിക്കുമ്പോൾ, അടിപൊളി ടേസ്റ്റാണ്. ഒരു നുള്ളി സാമ്പാർ പൊടി ഇടും. അതൊക്കെ ഇട്ട് താളിച്ച് എന്നിട്ട് ഞാൻ ഒരു നുള്ളി പഞ്ചസാര ഇട്ടു. ഇന്നൊരു കുഞ്ഞു കുക്കിംഗ് വീഡിയോ ആണേ. ശനിയാഴ്ചയാണല്ലോ, സ്കൂളിലും പോകണ്ട. ഞാൻ വിചാരിച്ചൊന്ന് നല്ല കറികളൊക്കെ ഉണ്ടാക്കാം. നല്ല കട്ടത്തൈര് ഉപയോഗിച്ച് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. ഏട്ടനോട് ഞാൻ പറഞ്ഞ് കൊണ്ടുവരിച്ചതാണ്. പൈനാപ്പിൾ അടിപൊളി നാടൻ പൈനാപ്പിളായിരുന്നു. അപ്പോൾ അത് വറവൊക്കെ ഇട്ടു. നല്ല കട്ടത്തൈരൊക്കെ ഇട്ട് നല്ല അടിപൊളി പൈനാപ്പിൾ പുളിശ്ശേരി.